ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പാചകപ്പുര ഉണർന്നു. പഴയുടെ മോഹൻ നമ്പൂതിരിയാണ് അമരത്ത്. 4000 പേർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കും. കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഒരുക്കി വിഖ്യാതനാണ് നമ്മുടെ പഴയിടം. വി ജയശങ്കർ തത്സമയം ചേരുകയാണ് പഴയിടവുമായിട്ട്. പറയൂ ജയശങ്കർ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഈ കലവറ ഒരുങ്ങിയിട്ടുണ്ട്. കലവറയിൽ രുചികരമായ ഭക്ഷണങ്ങൾ വിളമ്പുന്നത് പഴയിടം മോഹൻ നമ്പൂതിരിയാണ്. ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിക്കൊണ്ട് പുരോഗമിക്കുകയാണ്. ഏകദേശം 4000-ലധികം ആളുകൾക്ക്, പോലീസുകാർ ഉൾപ്പെടെയുള്ള 4000-ലധികം ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ നിലവിൽ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ പഴയിടം മോഹൻ നമ്പൂരി ഇവിടെ എത്തുകയും കാര്യങ്ങളൊക്കെ തന്നെ ഇതാക്കുകയും ചെയ്തു. കലോത്സവ വേദികളിൽ മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമത്തിൽ മോഹൻ നമ്പൂരിയാണ്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘമല്ലേ, പക്ക വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ രുചിയുള്ള ഭക്ഷണം നൽകുമ്പോൾ വലിയ സന്തോഷമാണല്ലേ മനസ്സിന്? തീർച്ചയായിട്ടും നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്നല്ലേ എപ്പോഴും സന്തോഷം ഉണ്ടാകുന്ന കാര്യം തന്നെയല്ലേ. ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. ഉച്ചക്കൊക്കെ എന്താണ് സ്പെഷ്യൽ? എന്താണ്, പായസം ഉണ്ടോ? ഉച്ചയ്ക്ക് പാലട പ്രധാനമുണ്ട്. നമ്മുടെ സാധാരണ 10 കൂട്ടം വിഭവങ്ങളോട് കൂടിയ ഒരു മീൽസാണ് ഉച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ പുലാവ്, ചില്ലി ഗോപി, പിന്നെ അതിനോടൊപ്പം ചപ്പാത്തി, ഒരു കുറുമ എക്സ്ട്രാ വയ്ക്കുന്നുണ്ട്. മോഹൻ നമ്പൂരി ആക്റ്റീവാണ്. പക്ഷേ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകനും ഇന്നെന്തായാലും ഉണ്ട്. കാരണം നമ്മൾ അദ്ദേഹത്തിനൊപ്പം പലയിടങ്ങളിലും കാണുന്നതാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഈ മേഖലയിലേക്ക് തന്നെ ആയോ? എൻ്റെ ഒപ്പം വർഷങ്ങളായിട്ട് കൂടെ ഒപ്പം പോകാറുണ്ട്. പ്രത്യേകിച്ച് കലോത്സവങ്ങൾക്കൊക്കെ ഞാനും പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനൊരു പ്രോഗ്രാം ആയപ്പോൾ ഇന്നലെ രാവിലെ തന്നെ ഞാനും അച്ഛനെ പോകുന്നുണ്ട്. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കലവറ ഉണർന്നു കഴിഞ്ഞു. രാവിലെ ഇഡലിയും ദോശയും ഒക്കെയാണ്. ഉച്ചയ്ക്കും പായസമൊക്കെ വെച്ചുകൊണ്ട് വലിയ സദ്യ തന്നെയുണ്ട്. അപ്പോൾ സംഗമത്തിനെത്തുന്ന ആളുകളെ ഭക്ഷണം എന്തായാലും മടുപ്പിക്കില്ല. അത് രുചികരമായ ഭക്ഷണം തന്നെയായിരിക്കും എസ് കെ. ഓക്കെ, താങ്ക് യു. പഴയിടം കലോത്സവ വേദി വിട്ട് പമ്പയിൽ ഇറങ്ങി എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. രുചികരമായ വെജിറ്റേറിയൻ ഭക്ഷണം ഇന്ന് കഴിക്കാം, നല്ല പായസവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.